ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിങ് ടെക്സ്പോർട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും വീണ്ടും സ്വാഗതം. ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു കിഡിലം ബാങ്കിങ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ കഴിയുന്ന ഒരു ബാങ്കിങ് സിസ്റ്റത്തിൻ്റെ അടിപൊളി ഒരു ലോൺ ഫെസിലിറ്റിയെ കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. നമുക്കറിയാം, മിക്ക ബാങ്കുകളിലും NBFCയിലും നമുക്ക് ലോൺ കിട്ടുന്നതിന് സാലറി വേണം. സാലറി എന്ന് വെച്ചാൽ വളരെ നല്ല സാലറി തന്നെ വേണം. 25,000, 20,000, 30,000, 40,000 അങ്ങനെ എന്താ പറയുന്നത്, അങ്ങനെ വളരെ കൂടുതൽ സാലറിയാണ് ബാങ്കുകൾ നമ്മളോട് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്നെ കോൺടാക്ട് ചെയ്യുന്ന ഒരുപാട് ലോ സ്കെയിൽ സാലറി എംപ്ലോയീസ് എന്നെ ഒരുപാട് പേര് കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് എക്സ്ട്രാ വരുമാനമുണ്ട്, പക്ഷേ അവരുടെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കുന്നത് ലോ സ്കെയിലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്താ ചെയ്യുന്നത്, എവിടെ നിന്നാണ് ലോൺ കിട്ടുന്നത്, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് എനിക്ക് ഡെയിലി വാട്സപ്പിൽ വരുന്നുണ്ട്. ഇതെന്നുള്ള പല രീതിയിലുള്ള ചോദ്യങ്ങളും എനിക്ക് വാട്സപ്പിൽ വരുന്നുണ്ട്. മാക്സിമം ഞാനതിന് ഉത്തരവും ചെയ്യുന്നുണ്ട് കഴിവിൻ്റെ പരമാവധി. അപ്പോൾ നമ്മളിവിടെ പുതുതായിട്ട് പരിചയപ്പെടുന്നത് ഇൻഡസ് ഈസി ക്രെഡിറ്റ് പേഴ്സണൽ ലോൺ എന്നൊരു ഫെസിലിറ്റിയാണ്. നമ്മുടെ ഇൻഡസ്ഇൻഡ് ബാങ്ക് നമ്മുടെ ഇൻഡസ്ഇൻഡ് ബാങ്ക് നൽകുന്ന ഒരു കിഡിലം ക്രെഡിറ്റ് ഫെസിലിറ്റിയാണ് ഇവിടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇൻഡസ്ഇൻഡ് ബാങ്കിനെ കുറിച്ച് പറയുമ്പോൾ അധികമൊന്നും പറയേണ്ട ആവശ്യമില്ല. RBI രജിസ്റ്ററാണ്, ബാങ്കാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നിന്ന് ഏകദേശം 20,000 രൂപ മുതൽ 5 ലക്ഷം രൂപ വരെയാണ് അവർ ലോൺ പറയുന്നത്. പക്ഷേ ഈ 5 ലക്ഷവും 3 ലക്ഷവും 2 ലക്ഷവും ഒക്കെ കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് സാലറി സ്ലിപ്പും സ്റ്റേറ്റ്മെൻറ്റ് അറ്റ്ലീസ്റ്റ് 6 മാസത്തെ സ്റ്റേറ്റ്മെൻറ്റെങ്കിലും വേണം, അല്ലാതെ കിട്ടില്ല. അല്ലാതെ അതിന് താഴെ വരുന്ന എമൗണ്ടിന് വേണ്ടി ആധാർ കാർഡും പാൻ കാർഡും മാത്രം മതി എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ 50,000 വരെ ഓക്കെ, എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. അതിൻ്റെ മുകളിലോട്ട് എത്രത്തോളം എന്ന് എനിക്കറിയില്ല ലോൺ കിട്ടുന്നത്. സാലറി ഇല്ലാതെ 50,000 വരെ കിട്ടിയതായിട്ട് എനിക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് നുണ പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അതിന് മുൻപായി ഇവരുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയും മറ്റ് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് 21 വയസ്സ് മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ളവർക്കാണ് ഇവർ ഈ ലോൺ കൊടുക്കുന്നത്. ഡോക്യുമെൻറ്റ്സൊക്കെ നമുക്ക് സാധാരണ ആധാർ കാർഡും പാൻ കാർഡുമാണ് ഡോക്യുമെൻറ്റ്സ് അവർ ചോദിച്ചിരിക്കുന്നത്. ഇൻ കേസ് നിങ്ങളിപ്പോൾ താമസിക്കുന്ന വീട് മാറ്റമാണെങ്കിൽ മാത്രം വേറെ ID പ്രൂഫ് മാത്രം കൊടുത്താൽ മതി. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആധാർ കാർഡും പാൻ കാർഡുമാണ് നമ്മുടെ ബേസിക് KYC ചോദിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്നത് ആധാർ കാർഡിലല്ലാത്ത അഡ്രസ്സിലാണെങ്കിൽ വേറെ ഡോക്യുമെൻ്റ് വേണ്ടി വരും. ഓക്കെ, ഇൻട്രസ്റ്റ് വരുന്നത് 10.49 ആണ് ഇൻട്രസ്റ്റ് വരുന്നത്. ഇതിനു വേണ്ടി നിങ്ങൾ ഇൻഡസ്ഇൻഡ് ബാങ്കിലോ വേറെ ബാങ്കിലോ ഒന്നും പോകേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഓൺലൈനിൽ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ആവുന്നതാണ്. അപ്പോൾ ഇവർ പറയുന്നത് ഇൻകം മിനിമം ഒരു 15,000 രൂപയെങ്കിലും വേണമെന്നാണ് അവർ പറയുന്നത്. കാരണം നമ്മുടെ ചാനലിൽ കാണുന്ന ഒരു 80% ആൾക്കാർക്ക് മിനിമം ഇൻകം 15,000 രൂപ ഉണ്ടെന്ന ആ ഒരു ധാരണയിലാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ എംപ്ലോയ്മെൻറ്റ്, നിങ്ങൾക്ക് 2 വർഷത്തെ ടോട്ടൽ വർക്ക് എക്സ്പീരിയൻസ് വേണം എന്നാണ് അവർ പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് ഹയർ ലോൺ എമൗണ്ട് ഇപ്പോൾ 2, 3, 4, 5 ഒക്കെ വേണമെങ്കിൽ 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്താലേ കിട്ടുകയുള്ളൂ. അത് ഞാൻ ആദ്യമേ തന്നെ പറയാം. ചെറിയ എമൗണ്ടിനാണ് ഞാൻ പറഞ്ഞ ഈ ആധാറും പാൻ കാർഡും വെച്ച് മാത്രം അവർ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് അവിടെ സാലറി തന്നെ കൊടുക്കുക, മറന്നു പോകരുത്. സെൽഫ് എംപ്ലോയീസോ ബിസിനസ്സോ ഫ്രീലാൻസേഴ്സോ അങ്ങനെ ഒന്നും കൊടുക്കരുത്. സാലറിയുടെ തന്നെ കൊടുക്കുക. മിക്ക ആൾക്കാരും സാലറിയുള്ള ആൾക്കാരായിരിക്കും, 15,000 അതിന് മുകളിലുള്ള ആൾക്കാരായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. നിങ്ങൾക്ക് തിരിച്ചടവ് കാലാവധി 12 മാസം മുതൽ 48 മാസം വരെ ഇതിൻ്റെ കാലാവധി ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് 12 EMI കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ഫോർക്ലോസ് ചെയ്യാം, എല്ലാം പെട്ടെന്ന് അടയ്ക്കാൻ ചെയ്യാം. ഇപ്പോൾ നിങ്ങളുടെ പാനും നിങ്ങളുടെ എംപ്ലോയ്മെൻറ്റ് ഡീറ്റെയിൽസും കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രീ അപ്രൂവ്ഡ് ഓഫർ കിട്ടും. ഓക്കെ, ഇത്ര നിങ്ങൾക്ക് ഇതുവരെ പ്രീ അപ്രൂവ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ഓഫർ ഉണ്ടെന്ന് കിട്ടും. ഓക്കെ, ഇനി ഹയർ ലോൺ ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. ഇനി ഇൻഡസ്ഇൻഡ് ബാങ്കിന് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ഇൻഡസ്ഇൻഡ് ബാങ്കിനെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഞാൻ ടോൾ ഫ്രീ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം, അതിൽ വിളിച്ച് ചോദിക്കുക. അതുകൂടാതെ ഞാൻ എക്സ്ട്രാ പറയാനുള്ളത്, നമ്മളെന്നും പറയുന്നതാണ്, നമ്മുടെ ഒരു കോമ്പറ്റീഷൻ ഇവിടെ റൺ ആകുന്നുണ്ട്. അതിൽ മാക്സിമം എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ, ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ആ വീഡിയോയിൽ പോയി അതിൻ്റെ താഴത്തെ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ആ വീഡിയോ കാണുക. ഓക്കെ,
അപ്പോൾ ഈ ഒരു കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് വളരെ കുറവാണ്. മാക്സിമം എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നമുക്കൊരു എന്താ പറയുക നല്ലൊരു ഓപ്ഷനാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയാം, ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആ ഒരു കോമ്പറ്റീഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിരിക്കാം, ആ വീഡിയോയുടെ ലിങ്ക് കൊടുത്തിരിക്കാം. ആ ലിങ്കിൻ്റെ ഡിസ്ക്രിപ്ഷനിലായിരിക്കും ആ കോമ്പറ്റീഷനിലേക്ക് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഉള്ളത്. അപ്പോൾ അത് മാക്സിമം എല്ലാവരും മറന്നു പോകാതെ ഇരിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.